ഹായ് ഗോൾഡൻ്റെ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ മുറ്റത്തിന് പുറത്തുള്ള സുന്ദരിമാരെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്തതുകൊണ്ട് അവർ നല്ല ഹാപ്പിയിലാണ്. ഈ സമയത്ത് മഴ പെയ്താൽ ഇവർക്ക് ഹാപ്പി, പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ മുളക് പറിച്ച് വെയിലത്തിടുകയും കപ്പ പറിച്ച് വെയിലത്തിടുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ മഴ പെയ്തത്. ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കപ്പയൊക്കെ പറിച്ച് വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊരു ഉണക്കൊക്കെ ആയി കഴിയുമ്പോൾ ഇത് രാത്രിയിലൊക്കെ കള്ളനെ പോലെ മഴ വന്നാൽ കഴിഞ്ഞാൽ എന്നാ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ന് കഴിഞ്ഞ ദിവസം കാണിച്ച സുന്ദരിയാണ് കേട്ടോ. അവൾ ഇങ്ങനെ ഇത് നമ്മുടെ പൂന്തോട്ടത്തിന്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിന് ഭംഗിയേകുന്ന കക്ഷികളാണ്. കാരണം ഏത് സമയം നോക്കിയാലും പൂക്കളാണ്, ഏത് സമയം നോക്കിയാലും. ഇത് ഞാൻ ഇത് മേടിച്ച് വെച്ചതാണ്, ഈ വള്ളി റോസ് കുഞ്ഞിക്കനാണ്. ഇതാണ് അതിൻ്റെ പൂവ്. അതിങ്ങനെ ഇതേക്കടെ ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അതിനെ ഇനി കയറ്റി ആ വള്ളിയേക്കടെ കയറ്റി വിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് നട്ടു വെച്ചതേ ഉള്ളൂ. 2 ചുവടുണ്ട്. ഒന്നെന്നെ പറ്റിച്ച എഴുത്തി, അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലരെല്ലാം അങ്ങനെയൊക്കെ ചെയ്യും. ഇതും വെങ്ക ഇനത്തിൽപ്പെട്ടതാണ്. ഈ വെങ്ക ഇഷ്ടംപോലെ ചെടി അതിൻ്റെ ഉണ്ട്. ഒത്തിരി പേർക്ക് ഞാനിത് വേനക്കല്ല, കഴിഞ്ഞ ചിങ്ങക്കന്നി മാസത്തിൽ അങ്ങനെ പറയാനേ എനിക്ക് ഇഷ്ടം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇത് കൂട്ടി ചെടിയൊക്കെ ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർക്കൊക്കെ പിടിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പേരുണ്ട്. ഇത് ഈ സുന്ദരിയുടെ പേര് ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ കുറേ ഇലച്ചെടികളാണ്. അതൊക്കെ വെയിലത്തൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെയൊക്കെ ഇല കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതിനെ എടുത്തിട്ട് അകത്തോട്ട് വെക്കാനുള്ള സംവിധാനം എനിക്ക് ഇല്ല. മുറ്റത്തിണ്ണയിലൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരോടും കൂടി തന്നെ തല്ലിക്കൊല്ലും. പുള്ളിക്കാരൻ തന്നെ ഡൈവേഴ്സ് ചെയ്യും. പിന്നെ എനിക്ക് ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നാ കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇവരെയൊക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. ഇത് കണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഞാൻ കൊണ്ട് വെച്ചതൊന്നും അല്ല. അവർക്കൊക്കെ അരിശം വരും പെട്ടെന്ന്. ചെടികളൊക്കെ കാടും പൊള്ളയാന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ചെടി എന്നതാ കാടെന്നാ പൊള്ളയനാന്നൊന്നും അവർക്കറിയില്ല. പിന്നെ കാക്കപ്പൂ സുന്ദരി, ഇതുകൂട്ട് ഒത്തിരി കളർ കൂടിയുണ്ട്. ഇത് എവിടുന്നോ വന്നതാണ് ഇവള്, പക്ഷെ ഇപ്പം ഇഷ്ടം പോലെ കളറായി എനിക്ക്. അങ്ങനെയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതിപ്പോൾ പൂവൊക്കെ തീർന്നതാണ്. ഇനി ആദ്യമേ പൂ വരാനായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. അവൾ ആരാന്നറിഞ്ഞോ? നമ്മുടെ കല്യാണ സൗഗന്ധികം ആ പൂവാണ്. എന്തൊരു സ്മെല്ലാണെന്നറിയോ ഇത്. പൂവ് അങ്ങോട്ടായി വരുമ്പോഴത്തേക്കും ഇതിന് നല്ല സ്മെല്ലാണ്. പൂവില്ലിപ്പോൾ തീർന്നു, നല്ല സ്മെല്ലാണ്. നമ്മുടെ ഈ മുറ്റത്ത് ഈ വീടിനകത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഇത് എന്നാ മണാടി, നീ എന്നാ ഇതുവാ മേടിച്ചത്, നീ എന്നാ വല്ല ക്രീമും മേടിച്ചോന്ന്. എന്നാലും ഞാൻ കൊണ്ടൊന്ന് തൊട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് ആ പൂവിൻ്റെ ഭംഗിന്ന്. പിന്നെ പുള്ളി എപ്പോഴും ഒന്ന് അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. അത്ര നല്ല സ്മെല്ലാണ് ആ പൂക്കൾക്ക്. പിന്നെ ഇതൊക്കെ അങ്ങനത്തിൽ പെട്ടതാണ്. ഇതൊക്കെ ഞാൻ വെച്ചതാണ്. എനിക്ക് കൈ എത്തുന്നില്ല. ഇപ്പോൾ അവിടെയൊക്കെ ഒന്നുകൂടി ഒന്ന് അടിക്കണം. പുളിമരമല്ലേ, നിറച്ച് കരികിലയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വെച്ചതാണ്. ഇതിൻ്റെ പേരാണോ ഗാർഡൻ ടൂറ്. ഇത് എന്നാ ചെടിയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത് പിരിപിരിപിരിയായ ഇലയായിട്ട് അത് നിറച്ച് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്ക് നല്ല നിശ്ചയമില്ല കേട്ടോ. ഏതായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ വേറെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുക. പക്ഷെ ഇതുകൊണ്ടോ എന്തൊരു പിരിപിരിപിരാന്നുള്ള ഇല, കുഞ്ഞി ഇലയായിട്ട് ആ ചെടി. അത് എന്നതാവാം എനിക്കറിയില്ല. ഇത് ഈ പനയുടെയൊക്കെ ഇതാണ്. ഇതൊന്ന് വൃത്തിയാക്കാനുണ്ട് എനിക്ക്, കുറച്ചൊന്ന് വൃത്തിയാക്കണം എനിക്ക്. ഇതൊക്കെ ഇതൊക്കെ ഇലച്ചെടികളാണ്. ഇവിടെ നിന്ന് തണലായതുകൊണ്ടിട്ട് അവർക്ക് വലിയൊരു ക്ഷീണമില്ല. പിന്നെ ഇതൊക്കെ ഓരോതരം ചെടികളാണ്. ഇത് ഞാൻ നിറച്ച് ഉടിയോട്ടങ്ങ് വെച്ചു. ഇവിടെ വലിയ വള്ള പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് അതൊക്കെ അവിടെയോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു. ഇത് ഒത്തിരി ചെടികളുണ്ടായിരുന്നേ. ഇതൊക്കെ നാടൻ ചെടികളല്ലേ. അപ്പോൾ ഈ നാടൻ ചെടികളായപ്പോൾ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതെങ്ങനെ കളയാൻ എനിക്കിട്ട് മനസ്സും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഇനി ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം എനിക്ക് കേട്ടോ. ഇപ്പം ഞാനിതൊക്കെ എന്നാൽ അടിച്ച് വൃത്തിയാക്കി വേഗം തന്നെ. കാരണം അത് കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലെന്ന് എനിക്കൊരു തോന്നൽ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴേ വേണ്ടോ
ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി അത് അടിച്ച് ഇതാക്കിയിട്ടു. പിന്നെ ഇവിടെ വേണം നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളതിന് കസേര കൊണ്ടിട്ടുണ്ട്. ഇത് മഴ പെയ്തത് കാരണം ഇതിനെ നമുക്കങ്ങോട്ട് പുകച്ച് കഴിഞ്ഞാൽ ഈ നിറയെ പുളി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഞാൻ കൂട്ടി അവിടെ ഇട്ടതാണ്. ഇപ്പം മഴ പെയ്ത് കാരണം അത് പുകയ്ക്കാൻ പറ്റിയാൽ അപ്പോഴും നനഞ്ഞ് കിടക്കാം. ഒരു വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതൊക്കെ ഇങ്ങോട്ട് പുകച്ച് കഴിയും. ഇതിനൊക്കെ നല്ലതായിട്ട് പുളി ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്താണ് എൻ്റെ പൂന്തോട്ട സുന്ദരിമാരൊക്കെ നിൽക്കുന്നത്. തൈയുടെ ചുവട്ടിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇത് പാകിയതാണ്. പക്ഷേ അതിൻ്റെ ചുവട് നിറച്ച് ഈ യോനകനായത് കാരണം, യോനകൻ എന്ന് പറഞ്ഞ ഒരു തരം ഉറുമ്പാണ്. അവർ വന്നത് മുഴുവൻ പെറുകിക്കൊണ്ട് പോയി. ചീരയായിട്ടും ഒക്കെ പാകി നോക്കി, എല്ലാം അവർ കൊണ്ടുപോയി. ഞാൻ മണ്ടുപൊടി ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ മേലെയുള്ളവർ ചത്തുപോകും. അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഇതൊക്കെ ഉണ്ട്, പിന്നെ ചകിരിയൊക്കെയാണ് ആ തൈയുടെയൊക്കെ അടിയിലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഉറുമ്പ് കയറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു അപകടവും പറ്റിയല്ല. ഇത് ഒക്കെ നല്ല കവുങ്ങ് തൈയാണ്, പൂച്ചെടിക്കവുങ്ങാണ്. അത് ഞാൻ വൃത്തിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന പൂച്ചെടിക്കവുങ്ങാണ്. അത് വേറൊരു സൈസ് പനയാണ്. ഇതൊക്കെ നല്ല വൃത്തി എന്ന് പറയും പോലെ ഞാൻ ഭംഗിയിൽ ചുവടൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ വെച്ചാണ്. ഇതൊക്കെ ഈ ഹാങ്ങിങ് ചെടിയാണ്. ഇത് കുറേ ഹാങ്ങിങ് ആയിട്ടൊക്കെ കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെയൊക്കെ വിട്ടിട്ട് പാകി നിലത്തോട്ട് വിട്ടു. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അതവിടെ കിടന്നു. അതിൻ്റെ ഇടവഴി ഓരോ കരികിലേ ഉള്ളൂ. അതൊക്കെ കുറേയൊക്കെ കിളി ഞാൻ കളഞ്ഞു. ഇതും ഹാങ്ങിങ് ആണ്, നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഇത് കൂട്ടിച്ചെടിയാണ്. ഇത് ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ഇത് കൂട്ടൊക്കെ ഞാൻ ആർക്കൊക്കെയോ കൊടുത്തു. അങ്ങനെ ഓരോ സംഭവങ്ങളും ഇതിൻ്റെയൊക്കെ ചൂടിക്കടിയൊക്കെ ഞാനങ്ങോട്ട് വെച്ചു. മുറ്റത്ത് വെക്കാൻ സൗകര്യം കുറവാണ്. അത് കാരണം കൊണ്ട് സൗകര്യമുണ്ട്, പക്ഷേ അവർക്കതത്തെ അപ്പനും മക്കൾക്കും ഒന്നും അത്ര പിടിക്കുന്നില്ല എൻ്റെ നോട്ടം. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാനങ്ങോട്ട് വെച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഇത് പുറത്തുള്ള ഒരു ചെടി. ഇത് വെച്ചിട്ട് അതിനെ ഞാനൊന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് കാട് പോലെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാക്കിയിട്ട് വേണം നല്ല എന്തെങ്കിലും കുറച്ചുകൂടെ വളർന്നിട്ട് വേണം അതിനെ എനിക്ക് നല്ല ചെടിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇതാരാണെന്നറിയാമല്ലോ അല്ലേ, നമ്മുടെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു സാധനമാണിത്. ഇതുപോലെ കയറി വരുന്നത്. ഞാനതൊരു കുറ്റിയിൽ ഇങ്ങനെ കയറ്റിയതാണ്. അപ്പോൾ അത് നല്ല പച്ചച്ചായിട്ടാണ് നിൽക്കുന്നത്. ഇതും അങ്ങനെ തന്നെ ഞാൻ കയറ്റിയതാണ്. എപ്പോഴും ഇവർക്ക് നനവ് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരങ്ങോട്ട് ഉണങ്ങിപ്പോകും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് ആക്കിയതാണ്. എല്ലാം നല്ല സൂപ്പറായിട്ട് ആക്കി. ഇതാണ് എൻ്റെ പുറത്തെ ഒരു ഭാഗത്തെ ചെടി. ഇനി അപ്പുറത്തെ വശത്ത് വേറെയുണ്ട്, അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പാട്ടിടാമെന്ന് വിചാരിച്ചു. ഇതിനകത്തേ നല്ല ഇത് പൂവങ്ങോട്ട് കാണിച്ചു വെച്ചിട്ട് നിങ്ങൾക്കൊരു പാട്ടിട്ട് ഞാനങ്ങ് വെക്കാമെന്ന് വിചാരിച്ചാൽ കോപ്പി റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂക്കളോ അതിൻ്റെ ഇതൊന്നും എനിക്ക് അറിയില്ല. തപ്പി നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ സുന്ദരി ഉടമ്പടിയുണ്ട്. എന്ത് ഭംഗിയാണെന്ന് കണ്ടോ, ബൊക്ക. ഇത് ആർക്കെങ്കിലും എന്ത് കൂട്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആരെങ്കിലും അവർക്കൊരു ഇതുപോലെ ഒരെണ്ണം അങ്ങ് കൊടുത്താൽ മതി, നല്ല സൂപ്പറായിരിക്കും. അങ്ങനെയാണ് അവരുടെ സൗന്ദര്യം. പിന്നെ ഇതാണെങ്കിലും ഇനിയിപ്പം കുറേ കുറഞ്ഞു. ഇനിയിപ്പോൾ ഈ തളിപ്പ് വന്നിട്ടുണ്ട്. ഈ തളിപ്പ് ഒരു മുഴുവൻ പൂക്കളായിട്ട് അങ്ങോട്ട് വളരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഭാഗത്തെ ചെടിയ. ഇനി അടുത്ത ഭാഗത്ത് വേറെയുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു. ചെടി വേണ്ടവർ പോന്നോളൂ കേട്ടോ, തരാം, ആർക്ക് വേണേലും തരാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുവാണ്. എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാകും. കാരണം എനിക്ക് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബും എല്ലാം കിട്ടി കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ എത്ര കണ്ട് കഷ്ടപ്പെടുന്നോ അത്രയും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊരു രൂപയായിട്ട് പോലും അങ്ങോട്ട് കയറുകയില്ല, പൈസയായിട്ടൊക്കെയാണ് കയറുന്നത്, അതായത് US മണിയായിട്ട്. അപ്പോൾ ഇതിനെ ഒരു ആദായമാർഗമായിട്ടൊന്നും കൊണ്ടു നടക്കാൻ പറ്റിയാൽ ചുമ്മാ ഒരു സൈഡിലൊരു രസം, നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ കൊണ്ടിട്ട് ഇത് ഞാനൊന്നും കണ്ടില്ല വലിയ മെച്ചമൊന്നും. അതാണിപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ബൊക്കാറയൊക്കെ
പൂക്ക് മൊക്കാറ് പിന്നെ പൂവൊക്കെ ഇട്ടു. ഇതല്ല എല്ലാവരുമായി ഒരെണ്ണം 5 മേടിച്ചതിൽ ഒരെണ്ണം പോയി, ബാക്കി 4 പേരും ഉണ്ട്. പൂക്കൾ ഇനി ഒരാളും കൂടെ പൂ കാണിക്കാനുണ്ട്. അത് ഇവളാണ്. നടി സുന്ദരി, നീ മറന്നുപോയോ പൂ ഉണ്ടാകാൻ? വേഗം പൂ കാണിച്ചേ അമ്മച്ചീനെ. ഇനി ഇതൊക്കെ എൻ്റെ പിന്നെ അദീനിയം സെറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ചെടി വേണമെന്ന് ആഗ്രഹമുള്ളവർ പോരോ കേട്ടോ, തരാം. ഞാൻ എൻ്റെ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് ഭംഗിയായിട്ട് വെക്കുന്ന ഒരു തിരക്കിലാണ്. ഇതൊക്കെ അപ്പുറത്തിടുന്ന ചെടികളാണ്, അതിനെയൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചു. അങ്ങനെ എല്ലാവരും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ ചട്ടിക്കകത്തുള്ള റോസകൾ മുഴുവൻ പോയി. എൻ്റെ മക്കളെ, ഈ റോസയ്ക്ക് എന്തെങ്കിലും ക്ഷീണം, അതായത് ഈ ഇലയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോഴേ അതിനെ ചികിത്സിച്ചോണം. അല്ലെന്ന് ഒരിക്കലും നമ്മുടെ റോസച്ചെടി മുഴുവൻ നശിച്ചു പോകും. അതാണിപ്പം എനിക്ക് പറ്റിയത്. എൻ്റെ റോസ മുഴുവൻ പോയി. അത് ഞാൻ വിചാരിച്ചു മഴയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നതേ, മഴയ്ക്ക് സംഭവിച്ചായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ഞാൻ മഴ പോകുമ്പോൾ ബോഗം എടുത്ത് മാറ്റി വെച്ചാൽ മതി, കണ്ടിച്ചു വിട്ടാൽ മതി എന്നൊക്കെ ഞാനങ്ങ് വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല മക്കളെ. റോസ് മുഴുവൻ അങ്ങ് പോയി. 10-12 ചട്ടി റോസ് ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം. പിന്നെ എൻ്റെ തോട്ടത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത്. ഇഷ്ടപ്പെട്ടെന്നൊരിയിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒരു കമൻസൊക്കെ ഇട്ട്, കമൻസ് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു കമൻസൊക്കെ ഇടുമെന്ന്. എന്നിട്ട് ആരും ഒരു കമൻറ്റ് ഒന്നും ഇട്ട് കാണുന്നില്ല. നല്ലതാണെന്നോ അല്ല ചീത്തയാണെന്നോ ഒന്നും. ഈ കഴിഞ്ഞ ദിവസം ഒരു കക്ഷി ഒരു കമൻസ് ഇട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവർ നന്നായിട്ട് ശ്രദ്ധിച്ചു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അറ്റത്തൊരു ഇന്ന വന്നുപോയി. ഞാൻ അങ്ങനെ എങ്ങാണ്ടോ ഒരു വാക്ക്, ഒരക്ഷരം വന്നു. ആ കൊച്ചത് പറഞ്ഞു, അങ്ങനെ പറയില്ല, കിലോ എന്നേ പറയാവുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഒരു കമൻസൊക്കെ ഇട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ, എന്തെങ്കിലുമൊക്കെ മോശമൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് എന്നെ ഒന്ന് സഹായിച്ചേക്കും കേട്ടോ. ബൈ.